ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ NIOS +2 സോഷ്യോളജിയിലെ ചാപ്റ്റർ 27 ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അപ്പോൾ ഒരു 26ഓളം ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ 27ാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ഇന്ന് കടന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജേർണി എന്ന് പറയുന്നത് വലിയ ജേർണി ആയിരുന്നു അല്ലേ? പഠിച്ച് എത്രത്തോളം നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ് ഒന്നൊന്നും പറയാൻ കഴിയില്ല, എനിക്കറിയില്ല. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. എക്സാം ഒക്കെ വളരെ അടുത്തിരിക്കുന്ന സമയമാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ നോട്ടുകളും കാര്യങ്ങളും എഴുതിയെടുത്ത് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോഷ്യോളജിയിലെ ചാപ്റ്റർ 27 കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. ചാപ്റ്ററിന്റെ പേര് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. കാസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജാതി അല്ലേ? ജാതി വ്യവസ്ഥ. നമ്മുടെ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഉണ്ടായിരുന്നു, ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നീനുവിന്റെയും കെവിന്റെയും ഒക്കെ ഒരു കേസ് നമുക്ക് റീസെന്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഇയേഴ്സ് ആയി. എന്താണ്, ആ കുട്ടി മറ്റ് ജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ആ പയ്യനെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞ ഒരു കേസൊക്കെ നമ്മൾ നീനു കെവിൻ എന്ന് പറയുന്ന വളരെ നമ്മൾ ഒരുപാട് സമയം നമ്മൾ ന്യൂസിലും ഒക്കെ കണ്ട ഒരു കേസാണ്. അതെല്ലാം ജാതിയുടെ പേരിലാണ്. ദുരഭിമാന കൊലക്കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡിങ് ഒക്കെ ന്യൂസിലൊക്കെ കണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പോ അതുപോലെ കാസ്റ്റ് സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലുണ്ടോ? അത് എങ്ങനെയൊക്കെയാണ്? കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. പതിവ് പോലെ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് ഇന്നും എടുത്തിട്ടുള്ളത്. ആ 5 ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ വരുന്ന മിക്ക ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ എടുക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്നുണ്ട്, കാസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്നുണ്ട്, ക്ലാസ് നോക്കുന്നുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് കാസ്റ്റ് നോക്കുന്നുണ്ട്, ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസം നോക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പാശ്ചാത്യവൽക്കരണം അല്ലെങ്കിൽ എന്താണ് മോഡേണൈസേഷൻ, അതുപോലെ തന്നെ എന്താണ് വെസ്റ്റേണൈസേഷൻ, ഇതൊക്കെ നമ്മുടെ ഇവിടെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് എന്ന് പറയുന്നത് ഒക്യുപ്പേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി, സോഷ്യൽ സ്റ്റാറ്റസ്, ബൈ ബർത്ത് തുടങ്ങിയ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനമാക്കി നമ്മൾ ആളുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രേണീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ എന്ത് വിളിക്കുന്നു? നമ്മുടെ ആ ഒരു സോഷ്യൽ ഓർഡറിനെയാണ് എന്ത് വിളിക്കുന്നത്? കാസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താണ്? ജോലി അല്ലെ, ഒക്യുപ്പേഷൻ, ബൈ ബർത്ത്, സോഷ്യൽ സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു ഹൈറാർക്കിയൽ ഓർഡറിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ കാസ്റ്റ് എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ്? ജനനം, തൊഴില്, സാമൂഹ്യ പദവി തുടങ്ങിയവയെ അടിസ്ഥാനപരമാക്കി ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രേണി എന്ന് പറയുമ്പോൾ ഹൈറാർക്കിയൽ ഓർഡറിൽ തരം തിരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കാസ്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ജാതി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജാതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? നമുക്കറിയാം, ചെരുപ്പ് നന്നാക്കുന്നവര്, അവരെ ഒരു കൂട്ടര് എന്താക്കി മാറ്റുന്നുണ്ട്? ജാതി, അവരെ ആ ഒരു ജാതിയിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി അലക്കുന്നവര്, അവരെ ആ ഒരു കാസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല പണ്ട് പഠിച്ചിട്ടുണ്ട് കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ വർണ്ണ സിസ്റ്റം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്ഷത്രിയർ എന്ന് പറയുമ്പോൾ ജോലികൾ ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ രാജാവിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നവരെ എന്ന് വിളിച്ചു ക്ഷത്രിയർ എന്ന് വിളിച്ചു. അവർക്ക് ആ ഒരു കാസ്റ്റിലാണ് അവർ അറിയപ്പെട്ടത്. ഇനി ഏറ്റവും താഴേക്കിടയിലുള്ള ജാതിയുള്ള വ്യക്തികളെ ശൂദ്രർ എന്നറിയപ്പെട്ടു. അവരെല്ലാവരെയും സേവിക്കുന്നവരാണ്, അതുകൊണ്ട് ശൂദ്രാസ് എന്നറിയപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലോ എങ്കിൽ എങ്ങനെയാണ്? ബൈ ബർത്തിന്റെ അടിസ്ഥാനത്തിലോ ശ്രേണീകരിക്കുന്നതിനെ അല്ലെങ്കിൽ ഹൈറാർക്കിയലായിട്ട് തിരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? കാസ്റ്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴില്, അല്ലെങ്കിൽ ജനനം, സാമൂഹ്യ പദവി തുടങ്ങിയ ഗ്രൂപ്പുകളുടെ അടിസ്ഥാനമാക്കി ആളുകളെ ശ്രേണീകരിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ തരംതിരിക്കുന്ന രീതിയാണ് എന്ത് വിളിക്കുന്നത്? ജാതി എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വ്യക്തിയുടെ സാമൂഹ്യ റോളുകൾ, പദ്ധതികൾ എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജാതി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാനും അത് മാത്രമല്ല അവരെ ഡിവൈഡ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്? തീരുമാനിക്കുന്നുണ്ട്. അപ്പം മനസ്സിലാക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഒരാളുടെ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? നീ ഇന്ന ജാതിക്കാരനല്ലേ, നീ ഇന്ന കാറ്റഗറിയിലുള്ള വ്യക്തിയല്ലേ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? തരം തിരിച്ചു നിർത്താൻ ആർക്ക് കഴിയുന്നുണ്ട്? ഏത് വ്യവസ്ഥയ്ക്ക് കഴിയുന്നുണ്ട്? ജാതി വ്യവസ്ഥയ്ക്ക് കഴിയുന്നുണ്ട്. വളരെ പീക്ക് ലെവലിലൊക്കെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ അൺടച്ചബിലിറ്റി ഒക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു മുമ്പ്.
തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അയിത്തം, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അനുഭവിച്ചവരാണ്. അത് നമ്മുടെ പൂർവികർ അനുഭവിച്ചിട്ടുണ്ട്. ഉന്നത ജാതിയിൽപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ എന്ത് ചെയ്യണം, മാറി നിൽക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു ദിവസത്തെ മൊത്തം അശുദ്ധമായി പോകുന്നു എന്നുള്ള അങ്ങനെയുള്ള പ്രാകൃതമായ ചിന്താഗതികൾ ഉണ്ടായിരുന്ന ഒരു പീരീഡ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി മാറിക്കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ പോലും എന്നിരുന്നാലും ഇന്നും എന്ത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്, ജാതി വ്യവസ്ഥ മിക്ക ഇടങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്നവരാണ് ഏറെക്കുറെ ആൾക്കാരും. മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ജാതി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ബൈ ബർത്ത് ആണ്. മതമാണെങ്കിൽ മാറാനായിട്ട് സാധിക്കും. ഒരു റിലീജിയൻ, ഒരു ഹിന്ദു മതത്തിലുള്ള ഒരു വ്യക്തിക്ക് മുസ്ലിം മതത്തിലോട്ട് കൺവെർട്ട് ആകാനും ക്രിസ്തു മതത്തിലോട്ട് കൺവെർട്ട് ആവാനും ഒക്കെ സാധിക്കും. പക്ഷെ ജാതി നമ്മൾ ബൈ ബർത്തിൽ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് ഒരിക്കലും ജാതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറാനായിട്ട് കഴിയില്ല. ജാതി ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, മാറാനായിട്ട് സാധിക്കില്ല. കാരണം ഓൾറെഡി അത് എന്താണ്, ബൈ ബർത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാസ്റ്റ് എന്തൊക്കെയാണ്, ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി. സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ്. സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, സമൂഹത്തെ എന്ത് ചെയ്തു, ഡിവിഷൻ ചെയ്തിട്ടുണ്ട്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ പല തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സമൂഹത്തെ എന്താന്നൊക്കെ കണക്കാക്കുന്നു, പല തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സമൂഹത്തെ പല തട്ടുകളായി എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് സോഷ്യൽ റിലീജിയസ് ഹയറാർക്കി. സോഷ്യൽ റിലീജിയസ് ഹയറാർക്കി എന്ന് പറയുമ്പോൾ, സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്, സാമൂഹിക മതപരമായ ശ്രേണീകരണം എന്നാണ് അറിയപ്പെടുന്നത്. സാമൂഹിക മതപരമായ ശ്രേണീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ എന്താണ്, റിലീജിയലായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ മതത്തിലൊക്കെ പെട്ടവരെ എന്താക്കി കണക്കുന്നത്, വലിയ ഉയർന്ന ജാതിയുള്ളവരായിട്ട് കണക്കാക്കുന്നത്. ബ്രാഹ്മണരെ ഏറ്റവും ഹൈയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വയ്ക്കുന്നത്. ഏറ്റവും താഴെ ആരെയാണ്, ശൂദ്രരെയാണ്. അല്ലെ, പൂജാ ധർമ്മങ്ങൾ ചെയ്യുന്നവരെയൊക്കെ എന്തായിട്ടാണ്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവരായിട്ടും അവരെ എന്തായിട്ട് കണക്കാക്കുന്നുണ്ട്, വളരെ ഉയർന്ന ജാതിയിൽ ഉന്നത കുലന്മാരായിട്ട് കണക്കാക്കുന്നത്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സോഷ്യൽ റിലീജിയസ് ഹയറാർക്കി എന്ന് പറയുന്നത്. മൂന്നാമത്തെ റെസ്ട്രിക്ഷൻസ് ഓഫ് റിഗാർഡിംഗ് ഫുഡ് സോഷ്യൽ ഇന്റർകോഴ്സസ്. എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് ഫുഡ് സോഷ്യൽ ഇന്റർകോഴ്സസ്? ഭക്ഷണം, സാമൂഹ്യ ഇടപെടലുകൾ എന്നിവയിലുള്ള നിയന്ത്രണങ്ങൾ. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ ഒരാൾ കഴിച്ച ഫുഡിന്റെ ബാക്കി ആര് കഴിക്കില്ല, ഉയർന്ന ജാതിയിൽപ്പെട്ടവർ കഴിക്കില്ല. അവർ തൊട്ട ആഹാരം കഴിക്കില്ല. ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ വീടിനുള്ളിൽ കയറ്റിയിരുത്തി ആഹാരം കൊടുക്കില്ല. പറമ്പിൽ കുഴി കുത്തിയിട്ട് കൊടുത്തിരുന്ന ഒരു ഏർപ്പാടൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. അതാണ് പറയുന്നത് റെസ്ട്രിക്ഷൻസ് റിഗാർഡിംഗ് ഫുഡ് സോഷ്യൽ ഇന്റർകോഴ്സ്. ഇടപെടാൻ പോലും പരസ്പരം ഉന്നത ജാതിയിൽപ്പെട്ടവർ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ തമ്മിൽ ഇടപെടാനോ കാണാനോ സംസാരിക്കാനോ, അല്ലെങ്കിൽ പണ്ട് ബുക്കുകളിൽ വായിച്ചിട്ടുള്ളത്, ഉന്നത ജാതിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ നമ്പൂതിരി കുലത്തിൽപ്പെട്ടവർ, ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടവർ വരുമ്പോ താഴ്ന്ന ജാതിയിലുള്ളവർ പറകൊട്ടി അറിയിക്കുമ്പോൾ താഴ്ന്ന ജാതിയിലുള്ളവർ ഇവരുടെ മുൻപിൽ വരാൻ പാടില്ല, എവിടെയെങ്കിലും ഓടി ഒളിക്കേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകൾ എവിടെ ഉണ്ട്, നമ്മുടെ ജാതി വ്യവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടത്തുകയും അതിനെതിരെ വളരെയധികം സമരങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കുറച്ചെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ജാതിയുടെ പേരിൽ. പക്ഷെ ഇന്ന് അത്രത്തോളം ജാതി വ്യവസ്ഥ അല്ല എങ്കിലും എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലും ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ദുരഭിമാന കൊലക്കേസുകളും ദുരഭിമാന കേസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡേ ടു ഡേ ലൈഫില് പത്രങ്ങളിലും നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ വീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് റെസ്ട്രിക്ഷൻ റിഗാർഡിംഗ് സോഷ്യൽ ഫുഡ് ഇന്റർകോഴ്സസ്, ഭക്ഷണം, അതുപോലെ തന്നെ സാമൂഹിക ഇടപെടലുകൾ, ഇവയിലെല്ലാം എന്തുണ്ട്, നിയന്ത്രണങ്ങൾ വേണം. ഇനി എൻഡോഗാമി എന്ന് പറയുന്നത് സ്വഗണ വിഭാഗം. സ്വന്തം ജാതിയിൽപ്പെട്ട വ്യക്തിയെ തന്നെ എന്ത് ചെയ്യണം, വിവാഹം കഴിക്കണം. അല്ലാത്ത പക്ഷെ അത് എന്തായിട്ട് കണക്കാക്കുന്നു, തെറ്റായിട്ട് കണക്കാക്കുന്നു. അല്ലെങ്കിൽ അത് വളരെ ഒരു വല്ലാത്തൊരു, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ദുരഭിമാന കേസ് പോലെ അല്ലെങ്കിൽ കൊലക്കേസ് പോലെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആയി മാറാറുണ്ട്. അതായത് ജാതിയിൽ വളരെ കുറഞ്ഞവരെ കല്യാണം കഴിക്കുകയാണെങ്കിലോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ജീവിതം എന്താണ്, വളരെ അന്നത്തോടെ തന്നെ ഒപ്രസ് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഒപ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പടിയടച്ച് പിണ്ടം വയ്ക്കുന്ന ആ ഒരു രീതികളൊക്കെ പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ജാതിയെ മാറി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലുന്ന ഏർപ്പാട്, അല്ലെങ്കിൽ അവരെ വീടിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഏർപ്പാട്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ എവിടെ ഉണ്ടായിരുന്നു, പ്രാകൃതമായി ഉണ്ടായിരുന്നു, ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതാണ് എൻഡോഗാമി എന്ന് പറയുന്നത്. എൻഡോഗാമി എന്ന് പറയുമ്പോൾ സ്വഗണത്തിൽപ്പെട്ടവരെ മാത്രം എന്ത് ചെയ്യുക, വിവാഹം കഴിക്കുക. ഇനി റെസ്ട്രിക്ഷൻസ് ഓൺ ദ ചോയ്സ് ഓഫ് ഓക്യുപ്പേഷൻ, തൊഴിലിലെ നിയന്ത്രണങ്ങൾ. തൊഴിലിലെ നിയന്ത്രണങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് മറ്റു ജോലികൾ ചെയ്യാനായിട്ട് പാടില്ല. അതാണ് പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഓഫ് ചോയ്സ് ഓഫ് ഓക്യുപ്പേഷൻ. ഓരോ ജാതിയിൽപ്പെട്ട വ്യക്തികൾക്ക് ഓരോ ജോലികൾ കൊടുക്കും. അത് തന്നെ ജോലി ചെയ്തോണം. ചെരുപ്പ് കുത്തി എന്നറിയപ്പെടുന്ന ജാതിക്കാർക്ക്
ചെരുപ്പ് നന്നാക്കാൻ. മണ്ണാരം എന്നറിയപ്പെടുന്നവർക്ക് അലക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇങ്ങനെയുള്ള നമ്മൾ പണ്ട് മണ്ണാപ്പേടി, പുലപ്പേടി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനായിട്ടുണ്ട്. നിങ്ങളത് എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഒക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾ പഠിക്കണം. അപ്പൊ അങ്ങനെ കുറേ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അനാചാരങ്ങൾ നമ്മൾ എവിടെ ഉണ്ടായിരുന്നു, കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഓഫ് ചോയ്സ് ഓഫ് ഓക്യുപ്പേഷൻ, തൊഴിൽ നിയന്ത്രണങ്ങൾ. തൊഴിൽ ചെയ്യാനായിട്ട് ഇവർക്ക് പാടില്ല, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ പാടില്ല. കാരണം ഇവർക്കൊരു കാസ്റ്റിലെ അടിസ്ഥാനപ്പെടുത്തി എന്തുകൊണ്ട് ഒരു ജോലി കൊടുത്തിട്ടുണ്ട്. ആ ജോലി തന്നെ ഇവർ എന്ത് ചെയ്യണം, നെയ്ത്തുകാരാണെങ്കിൽ നെയ്യുക തന്നെ വേണം. വൈശ്യരാണെങ്കിൽ കച്ചവട മാർഗമാണ് കൊടുത്തിട്ടുള്ളത്, വൈശ്യർ കച്ചവട മാർഗം തന്നെ ചെയ്യണം. ക്ഷത്രിയർ യുദ്ധം ചെയ്യാനാണെങ്കിൽ ക്ഷത്രിയർ യുദ്ധം ചെയ്യണം. ബ്രാഹ്മണർ പൂജാകാര്യങ്ങളും അല്ലെങ്കിൽ എന്താണ് യാഗങ്ങൾ അർപ്പിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ പണിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെ എന്തിലോട്ട്, ബ്രാഹ്മണരായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ എന്താണ്, ശൂദ്രരാണെങ്കിൽ ഈ പറഞ്ഞ 3 വിഭാഗക്കാരെയും സേവിക്കാനുള്ള ഡ്യൂട്ടി ആർക്കാണ്, ശൂദ്രർക്കാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെയാണ് എന്ത് പോയിക്കൊണ്ടിരുന്നത്, നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ നാട് കടന്ന് പോയിക്കൊണ്ടിരുന്നത്. അതാണ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ചോയ്സ് ഓഫ് ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത്. തൊഴിൽ, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്ത സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റീസ്. സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ പൗരത്വവും മതപരമായ വൈകല്യങ്ങൾ. പൗരത്വം, അതായത് ഈ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിന് വേണ്ടി സിറ്റിസൺഷിപ്പ് ഒക്കെ എടുക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മതപരമായ എന്താണ് വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ള മതത്തിൽ സ്വീകരിക്കാനൊക്കെ ഇവർക്ക് എന്തുണ്ടായിരുന്നു, റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇതാണ് 6 പോയിന്റ് ഉണ്ട്. 6 പോയിന്റ് എന്ത് ചെയ്യുക, പഠിക്കുക. എന്താണ് കാസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുവാണെങ്കിൽ എങ്ങനെ എഴുതണം? സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി, സോഷ്യൽ ആൻഡ് റിലീജിയസ് ഹൈറാർക്കി, റെസ്ട്രിക്ഷൻസ് റിഗാർഡിംഗ് ഫുഡ് ആൻഡ് സോഷ്യൽ ഇന്റർ കോഴ്സസ്, 4 എൻഡോഗാമി, എന്താണ് 5 റെസ്ട്രിക്ഷൻസ് ഓൺ ദ ചോയ്സ് ഓഫ് ദ ഓക്യുപ്പേഷൻ, 6 സിവിൽ ആൻഡ് റിലീജിയസ് ഡിസബിലിറ്റീസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാം. അടുത്തത് എന്താണ് ക്ലാസ്? കാസ്റ്റ് പഠിച്ചു. ഇത് ക്ലാസ് എന്താണ്? ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക നില. ഒരു വ്യക്തിയുടെ എന്തെന്നാണ് പറയുന്നത്? സാമ്പത്തിക നില. സാമ്പത്തിക നില പറയുമ്പോൾ അവന്റെ ലൈഫിൽ അവൻ ഏത് നിലയിലാണ്, ഏത് പൊസിഷനിലാണ് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ സാമ്പത്തിക നില എങ്ങനെയാണ്, തൊഴിൽ ഉണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ, വിഭവങ്ങളുണ്ടോ, ഇവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സോഷ്യൽ ഓർഡറിനെയാണ് എന്ത് വിളിക്കുന്നത്, ക്ലാസ് എന്ന് വിളിക്കുന്നത്. അതായത് ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് തൊഴിൽപരമായ എന്തുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ സാമ്പത്തിക നിലയൊക്കെ നല്ല അഡ്വാൻസ്ഡ് ആണോ, ഇങ്ങനെയുള്ള ആ ഒരു പൊസിഷൻ ഓഫ് സ്റ്റാറ്റസിന്റെ ഫലമായിട്ടാണ് എന്ത് രേഖപ്പെടുത്തുന്നത്, ക്ലാസ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ കാസ്റ്റ് എങ്ങനെയാണ്? ബൈ ബർത്ത് ആണ് അല്ലെ? കാസ്റ്റ് എന്ന് പറയുമ്പോൾ ബൈ ബർത്ത് ആണ്. ക്ലാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സാമ്പത്തിക നില, തൊഴില്, വിദ്യാഭ്യാസം, വിഭവങ്ങളിലേക്കും അതുമാത്രമല്ല അധികാരത്തിലേക്കുള്ള പ്രവേശനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹിക ശ്രേണീകരണം. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എങ്ങനെ പറയണം? സാമ്പത്തിക നില, തൊഴില്, വിദ്യാഭ്യാസം, വിഭവങ്ങളിലേക്കും അധികാരത്തിലേക്കുമുള്ള പ്രവേശനം, മനസ്സിലായി? വിഭവങ്ങളിലേക്കും അധികാരത്തിലേക്കുള്ള പ്രവേശനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമൂഹ്യ ശ്രേണീകരണത്തെയാണ് എന്ത് വിളിക്കുന്നത്? ക്ലാസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് വർഗം എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതെന്താണ്? ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഘടന, അവസരങ്ങൾ, പദവി എന്നിവ ബന്ധപ്പെട്ട്, കാരണം ഇത് കഷ്ടപ്പെട്ടവർ നേടിയെടുക്കുന്നതാണ്. സാമ്പത്തികമായി കഷ്ടപ്പെട്ട് അവർക്ക് സാമ്പത്തികമായി നല്ല നിലയിൽ നല്ല അഭിവൃദ്ധി ഉണ്ട് എങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്ന, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ക്ലാസ് എന്നറിയപ്പെടുന്നു. അതായത് അവർക്ക് അവസരങ്ങളുണ്ട്, അവരുടെ പദവി, സമൂഹത്തിൽ അവര് കഷ്ടപ്പെട്ട് പഠിച്ചു, ഒരു ജോലിയൊക്കെ അച്ചീവ് ചെയ്തു, അത്യാവശ്യം ഒരു 2 അക്ക ശമ്പളം വാങ്ങിക്കുന്നവരാണ് എങ്കിൽ അവരെ എന്തെന്നറിയപ്പെടുന്നു? ആ പദവിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെന്നറിയപ്പെടുന്നു? ക്ലാസ് എന്ന് അറിയപ്പെടുന്നു. മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തിക നില, തൊഴില്, വിദ്യാഭ്യാസം, വിഭവങ്ങളിലേക്കും അധികാരത്തിലേക്കുള്ള പ്രവേശനം. അതായത് ഇവർക്ക് ജീവിക്കുമ്പോൾ തന്നെ ഇവർക്ക് എന്തിനുള്ള അവകാശമുണ്ട്? ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട്. ഈ ഒരു സ്റ്റാറ്റസിനെയും അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്ലാസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്ലാസ് എന്ന് പറയുമ്പോൾ. എന്താണ് അവിടെ എന്താണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? സാമ്പത്തിക ഘടനയാണ്, നമ്മുടെ വെൽത്തിനെയാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. വെൽത്ത്, അത് മാത്രമല്ല അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, പദവി, ഇവയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് രേഖപ്പെടുത്തുന്നത്? ക്ലാസ് രേഖപ്പെടുത്തുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് കാസ്റ്റ്. ക്ലാസും കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തൊക്കെയാണ് നമുക്ക് എഴുതാനായിട്ടോ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസ് ആൻഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ? ക്ലാസും കാസ്റ്റും. നമ്മുടെ ആദ്യം നമുക്ക് കാസ്റ്റ് നോക്കാം, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലാസ് അല്ലെങ്കിൽ വർഗത്തിലോട്ട് നമുക്ക് പോകാം. എന്താണ് കാസ്റ്റ്? കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയുടെ മെയിൻ ഫീച്ചേഴ്സ് ആയിരുന്നു എന്നു പറയുന്നത് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന സംഹിതയാണ് എന്തെന്ന് പറയുന്നത് കാസ്റ്റ് എന്ന് പറയുന്നത്. ബൈ ബർത്ത്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് കാസ്റ്റ് കിട്ടുന്നുണ്ട്.
പല ശ്രേണികളാണ്, സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിവിഷൻ ആയിട്ട്. അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രൻ. അത് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ടല്ല, എങ്ങനെയാണ് താഴെ നിന്ന് മുകളിലുള്ള ബ്രാഹ്മണരാണ് ഏറ്റവും ഹൈയിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്രാഹ്മണർ കഴിഞ്ഞ ക്ഷത്രിയർ, അത് കഴിഞ്ഞിട്ട് വൈശ്യർ, അത് കഴിഞ്ഞിട്ട് ശൂദ്രാസാണ്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, പല ശ്രേണികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാസ്റ്റ് എന്ന് പറയുന്നത്. പല സെഗ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ജാതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്. നമ്മുടെ ഒരു സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്. അതിനകത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. അതായത് ചെരുപ്പ് നന്നാക്കുന്നവരെല്ലാം ഒരു ഗ്രൂപ്പ്സ്, മനസ്സിലാവുന്നുണ്ടോ? തടിപ്പണി ചെയ്യുന്നവരെല്ലാം ഒരു ഗ്രൂപ്പ്സ്, അതാണ് സോഷ്യൽ ഗ്രൂപ്പ്സ് എന്നറിയപ്പെടുന്നത്. ഒരു ജാതി എന്ന് പറയുന്നത്, ഒരു കാസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്. ഇനി ജാതിയിൽ എന്താ നിലനിൽക്കുന്നുണ്ട്, ഇനക്വാളിറ്റീസ്. ഇനക്വാളിറ്റി എന്ന് പറയുന്നത് അസമത്വങ്ങൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. വളരെയധികം എന്ത് നിലനിൽക്കുന്നുണ്ട്, അസമത്വങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്നത്. അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ ജാതി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സമ്പ്രദായമാണ്, ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. ജാതി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ജാതി എന്ന് പറയുന്നത്. ജാതിയിൽ ഒരു ഓപ്പൺ അല്ല, കാരണം ജാതി ഒരു ഇടുങ്ങിയ അവസ്ഥയാണ്. കാരണം എല്ലാവർക്കും ഇന്ന മതത്തിൽ ഇന്ന ജാതിയിൽ പോകാൻ പറ്റും, മതത്തിൽ പോകാൻ പറ്റും, ഇന്ന ജാതിയിൽ പോകാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ജാതി ബൈ ബർത്ത് ആയതുകൊണ്ട് ഒരിക്കലും ഒരു ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലോട്ട് ഒരാൾക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. മതമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വീകരിക്കാനായിട്ട് സാധിക്കും. ജാതി എന്ന് പറയുമ്പോൾ നമ്മൾ ബൈ ബർത്ത് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ജാതിയും കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. മനസ്സിലായി? അതാണ് ജാതി എന്ന് പറയുന്നത് എന്താണ്, ഒരു അടഞ്ഞ സമ്പ്രദായമാണ്, ഒരു ക്ലോസ്ഡ് സെക്ഷൻ എന്ന് പറയാൻ കാരണം. മനസ്സിലായപ്പോ കാസ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. കാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇന്ത്യൻ ഫീച്ചേഴ്സ് ആണ്. ഇന്ത്യൻ ഫീച്ചേഴ്സിന്റെ പ്രത്യേക സവിശേഷതയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ കാസ്റ്റ് എന്ന് പറയുന്നത് ബൈ ബർത്തിലാണ്. ജനിക്കുമ്പോൾ തന്നെ എന്ത് കിട്ടുന്നുണ്ട്, കാസ്റ്റ് കിട്ടുന്നുണ്ട്. പല ശ്രേണികളാണ്, അല്ലെങ്കിൽ എന്താണ്, പല ഹയറാർക്കി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ജാതി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു നിശ്ചിത സാമൂഹിക ഗ്രൂപ്പാണ്. ജാതി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കൃത്യമായിട്ടുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ്. ജാതിയിൽ എന്തുണ്ട്, ഒരുപാട് ഇന്നക്വാളിറ്റീസ് അല്ലെങ്കിൽ അസമത്വങ്ങൾ നിലനിൽക്കുന്നു. അസമത്വങ്ങളാണ് ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ്, വേറൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുകയോ വേറൊരു ജാതിയിലുള്ള വ്യക്തിയെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തം പങ്കാളിയായിട്ട് സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജാതിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെ? നമുക്ക് അത് മാത്രമല്ല, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, നമ്മുടെ എബ്രഹാം ലിങ്കനെ കറുത്ത വംശക്കാരായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് ഒരു ബെഞ്ചിൽ നിന്ന് മറ്റൊരു ബെഞ്ചിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ മാറ്റിയിരുത്തിയ സംവിധാനങ്ങൾ, ആ സംഭവ വികാസങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേരളത്തിലായാലും മറ്റു സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, നടന്നിട്ടുണ്ട്, അല്ലെ? ജാതി സമ്പ്രദായം എന്നുണ്ട്. നമ്മൾ ഒരുപാട് ബ്രാഹ്മണർക്കൊക്കെ നമ്മൾ സാധാരണക്കാരായ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെയൊക്കെ എന്ത് വളരെ പുച്ഛിച്ചും അവരെ ഉപദ്രവിച്ചും ഒക്കെ ജീവിച്ചിരുന്ന ഒരു പീരീഡ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്താണ്, ജാതിയുമായി വളരെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, അതുകൊണ്ടാണ് ജാതിയും മതവും ഇങ്ങനെ നിന്ന സമയത്ത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഈ കേരളത്തിൽ നോക്കിയിട്ട് എന്ന് വിളിച്ചു അദ്ദേഹം, ഇതൊരു ഭ്രാന്താലയം തന്നെയാണ് എന്ന് പറഞ്ഞു. ജാതി വ്യവസ്ഥ കൊടുമ്പിരി കൊള്ളുന്ന ഒരു സമയത്തായിരുന്നു നമ്മുടെ രാമകൃഷ്ണ മിഷനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാമി വിവേകാനന്ദൻ സ്ഥാപിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? ജാതീയമായ നീചത്വങ്ങൾ എന്ന് പറയുമ്പോൾ വളരെയധികം ഒരു പരിഷ്കൃതമായ രീതികളിലൂടെ നമ്മുടെ നാട് പൊക്കോണ്ടിരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ജാതീയപരമായിട്ട് വേറെ എന്തൊക്കെയാണ്, ചെയ്യുന്ന ജോലികൾക്ക്, പാട്ടത്തിനൊക്കെ എടുത്തിട്ട് ജോലികൾക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുമ്പോൾ എന്തായാലും കഞ്ഞിയായിരിക്കും. പക്ഷെ അത് കൈകളിൽ എന്തെയില്ല, കൊടുക്കില്ല. പറമ്പില് കുഴി കുഴിച്ച് അതിനുള്ളിൽ ഒരു ഇല വെച്ചിട്ടാണ് എന്ത് കൊടുക്കുന്നത്. കാരണം അവർ തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമാകും. വീടിനുള്ളിൽ കയറ്റില്ല, ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, മേൽമുണ്ട് ധരിക്കാനായിട്ട് പാടില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് മേൽമുണ്ട് ധരിക്കാൻ പാടില്ലായിരുന്നു, അല്ലെ? മേൽമുണ്ട് സമരമൊക്കെ അങ്ങനെ നടത്തിയിട്ടുണ്ട്. മേൽമുണ്ട് ധരിക്കാൻ പാടില്ല, താഴെ മാത്രം സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, താഴെ മാത്രം വസ്ത്രം ധരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെല്ലാം വളരെയധികം പ്രക്ഷോഭങ്ങളും പ്രതിസന്ധികളൊക്കെ ആ സമയത്ത് അരങ്ങേറിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്താണ്, ജോലികള്, അല്ലെ? വളരെ പകലന്തിയോളം ചെയ്യിക്കും ജോലി, അല്ലെ? ജോലി ചെയ്യിക്കുകയും തുച്ഛമായ ശമ്പളമാണ് ഇവർക്ക് കൊടുത്തിരുന്നത്, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ അടിമകളായിട്ട് അല്ലെങ്കിൽ വളരെ പരിഷ്കൃതമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഇതെല്ലാം നമ്മുടെ സമയത്താണ് നടന്നിരുന്നത് ജാതീയമായ വ്യവസ്ഥകളാണ്. അതിനാണ് ബ്രാഹ്മണ സമാജവും ആര്യ സമാജവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉയർന്ന് വന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ജാതി എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ്. കാരണം നമുക്ക് അതിൽ നിന്ന് മാറാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മള് യൂണിവേഴ്സൽ ആണ്. ക്ലാസ് ഈസ് യൂണിവേഴ്സൽ ആണ്. സാർവലൗകികമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തെയാണ് എന്ത് വിളിക്കുന്നത്, ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ എന്തൊക്കെയാണ്, നമ്മുടെ വെൽത്ത്, നമ്മുടെ റവന്യൂ, അല്ലെങ്കിൽ നമ്മുടെ വരുമാനം, നമ്മുടെ ഓക്യുപ്പേഷൻ, ഇവയുടെ അടിസ്ഥാനത്തിൽ, കാരണം നമ്മൾ നേടിയെടുക്കുന്നതാണ്.
മനസ്സിലായോ? എനിക്ക് ഇപ്പൊ കാസ്റ്റ് ഞാൻ ജാതിയിൽ കുറഞ്ഞവനാണെങ്കിൽ പോലും ഞാൻ എന്റെ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ എഫോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഠിച്ച് ഒരു ജോലിയെല്ലാം വാങ്ങിച്ചു നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോവുകയും സാമ്പത്തികപരമായി മുന്നോട്ടായി നമ്മൾ സമൂഹത്തിൽ നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കാം? ക്ലാസ് എന്ന് വിളിക്കാം. മനസ്സിലാവുന്നുണ്ട്? അതിനെ എന്തെന്ന് വിളിക്കാം? ക്ലാസ് എന്ന് വിളിക്കാം. കാരണം നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ്, നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒന്നാണ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഇനി അതിൽ എന്തില്ല? ശ്രേണീകരണം എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. എങ്കിലും അതിൽ വിവാഹത്തിനൊന്നും എന്തില്ല? നിയന്ത്രണം ഇല്ല. മാരേജിലൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. മനസ്സിലാവുന്നുണ്ട്? വർഗത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊരു ശ്രേണീകരണം? ഇതൊരു ഓപ്പൺ സമ്പ്രദായമാണ്. കാരണം ഇന്ന് താഴെ തട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കും തന്റെ എഫോർട്ട് കൊണ്ട് ഉയർന്ന തട്ടിലോട്ടേക്ക് വരാൻ കഴിയും. അതൊരു ക്ലോസ്ഡ് അല്ല, ഒരു അടച്ച സമ്പ്രദായം അല്ല. ഇതൊരു ഓപ്പൺ സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഓപ്പൺ ഫീച്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലോസ് സിസ്റ്റം അല്ല, ഓപ്പൺ സിസ്റ്റമാണ്. പിന്നെ അസമത്വങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നു. ഉയർന്നവൻ താഴ്ന്നവൻ എന്നുള്ള അസമത്വങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. പണമുള്ളവൻ പണമില്ലാത്തവൻ, അല്ലെ? പൈസ ഉള്ളവൻ പൈസ ഇല്ലാത്തവൻ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. പക്ഷെ വിവാഹത്തിലൊന്നും എന്തില്ല? നിയന്ത്രണമില്ല. കാരണം പൈസ ഉള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ എന്ത് ചെയ്യുന്നു? വിവാഹം കഴിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. അതിൽ റെസ്ട്രിക്ഷൻസ് ആയിട്ട് നമുക്ക് ഒരിക്കലും ക്ലാസ്സിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാർവലൗകികമാണ്, അല്ലെ? പിന്നെന്താണ്? സമ്പത്ത്, നമ്മുടെ വരുമാനം, തൊഴിൽ, ഇവയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് നടത്തുന്നത്? ക്ലാസ് നടത്തുന്നത്. നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒന്നാണ്, നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഒന്നിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ട്. പിന്നെ ഇതൊരു ഓപ്പൺ സിസ്റ്റമാണ്. ഇത് എന്ത് സിസ്റ്റമാണ്? ഓപ്പൺ സിസ്റ്റമാണ്. പിന്നെ അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി ചേഞ്ചസ് ഇൻ കാസ്റ്റ് സിസ്റ്റം. വളരെ കൊടുമ്പിരി കൊണ്ട് നിന്ന ഈ കാസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ് ഒരു പരിധി വരെ ചേഞ്ച് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചേഞ്ച് ആയത്? സാൻസ്ക്രിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സംസ്കൃതവൽക്കരണം. വെസ്റ്റേണൈസേഷൻ, പാശ്ചാത്യവൽക്കരണം. വെസ്റ്റേണൈസേഷൻ എന്ന് പറയുമ്പോൾ പാശ്ചാത്യവൽക്കരണം. ഇവയൊക്കെ എങ്ങനെയാണ്? താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർ എന്തെയ്യുന്നു? ഉയർന്ന ജാതിക്കാരുടെ ജീവിത രീതിയും സംസ്കാരവും ഭക്ഷണ രീതിയും സ്വീകരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. അതായത് സാൻസ്ക്രിറ്റേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഡെഫിനേഷൻ എഴുതുന്നത്? താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ, ലോ ക്ലാസ്സിൽപ്പെട്ട അല്ലെ ലോ കാസ്റ്റിൽപ്പെട്ടവർ, ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ ജീവിതവും അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയും സംസ്കാരവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണ രീതിയും സ്വീകരിക്കുന്ന രീതി. അതായത് നമ്മൾ കുറെ പേര് ഇപ്പോ അമേരിക്കയിലുള്ളതുപോലെ നമ്മൾ കൈകൊണ്ട് കഴിക്കുന്നു, അവർ എന്ത് ചെയ്യുന്നു? ഫോർക്ക് ഉപയോഗിച്ച് കഴിക്കുന്നത് പോലെയുള്ള ട്രൈ ചെയ്യുന്നുണ്ട്. ഭക്ഷണ രീതിയൊക്കെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. സാലഡ്സ് ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. ഇതെല്ലാം എവിടത്തെയാണ്? നമ്മളെ സ്വാധീനിക്കുന്നതാണ്. എവിടത്തെയാണ് ഇതൊക്കെ? ഇതൊക്കെ സാൻസ്ക്രിറ്റേഷൻ ആണ്. ഇതൊക്കെ സംസ്കൃതവൽക്കരണമായിട്ട് കണക്കാക്കുക. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയും അത് മാത്രമല്ല സംസ്കാര രീതിയും ഒക്കെ സ്വീകരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സാൻസ്ക്രിറ്റേഷൻ അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? നമ്മുടെ സംസ്കൃതവൽക്കരണം എന്ന് പറയുന്നത്. ഇനി വെസ്റ്റേണൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പാശ്ചാത്യവൽക്കരണം. വെസ്റ്റേണൈസേഷൻ എന്ന് പറയുമ്പോൾ പാശ്ചാത്യവൽക്കരണം. എങ്ങനെയാണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്? വിദേശ വസ്ത്രം, ഭക്ഷണം, ജീവിത രീതി ഇവയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ് വെസ്റ്റേണൈസേഷൻ. നമ്മള് ഇവിടെ അവിടുത്തെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇപ്പോഴത്തെ കുട്ടികള് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റു വെസ്റ്റേൺ അമേരിക്ക പോലുള്ള മറ്റു കൺട്രികളിൽ നിന്ന്, യൂറോപ്യൻ കൺട്രികളിൽ നിന്നുള്ള ഡ്രസ്സിങ് പാറ്റേൺ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിക്കുന്നുണ്ട്. അതാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? വിദേശ വസ്ത്രം, ഭക്ഷണം, ജീവിത രീതി സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് വന്നത്? വെസ്റ്റേണൈസേഷൻ വന്നത്. അതിൽ തന്നെ മെക്കാളെ പ്രഭു പറയുന്നുണ്ട്, രക്തത്തിലും നിറത്തിലും ഇന്ത്യക്കാരും, എന്നാൽ അഭിരുചിയിലും പാശ്ചാത്യവൽക്കരണത്തിലും ഒക്കെ എങ്ങനെയാണ്? ബ്രിട്ടീഷുകാരെ പോലെയുള്ള ഒരു വ്യക്തികളെ സൃഷ്ടിക്കുകയാണ് എന്റെ ലക്ഷ്യമെന്ന് മെക്കാളെ പ്രഭു മെക്കാളെ മീൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതാ ഇവിടെ പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഹിത വരാൻ കാരണം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ് നമ്മൾ വെസ്റ്റേണൈസേഷൻ കീപ്പ് ചെയ്ത് പോകാനാണ്. കാരണം അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ രീതികൾ, അവിടെ ഫുഡ്, അവിടെ വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങി. ഇതിനെയാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സംസ്കൃതവൽക്കരണവും പാശ്ചാത്യവൽക്കരണവും മാറിപ്പോകരുത്. എന്താണ് സാൻസ്ക്രിറ്റേഷൻ എന്ന് പറയുമ്പോൾ? സംസ്കൃതവൽക്കരണം താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർ എവിടെപ്പെട്ടവരാണ്? താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവിത രീതിയും സംസ്കാരവും ഭക്ഷണ രീതിയും സ്വീകരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സാൻസ്ക്രിറ്റേഷൻ എന്ന് പറയുന്നത്. വെസ്റ്റേണൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പാശ്ചാത്യവൽക്കരണമാണ്. പാശ്ചാത്യവൽക്കരണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വിദേശ വസ്ത്രം, ഭക്ഷണം, ജീവിത രീതി സ്വീകരിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എന്ത് വന്നത്? പാശ്ചാത്യവൽക്കരണം വന്നത്. ഈ പാശ്ചാത്യവൽക്കരണത്തിന്റെ സവിശേഷത എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് വെസ്റ്റേണൈസേഷൻ എന്തൊക്കെയാണ്? ഒരു കൾച്ചറൽ ഇമിറ്റേഷൻ ആണ്, അല്ലെ? എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. അവരെ പോലെ കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമിറ്റേറ്റ് ചെയ്യുന്നു. അതാണ് അനുകരണം എന്ന് പറയുന്നത്.
പിന്നെ നമുക്ക് പ്രത്യേകിച്ച് തന്നെ പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രവചിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ നമുക്ക് അസ്യൂം ചെയ്യാനോ സാധിക്കില്ല. അപ്പൊ നോട്ട് അസ്യൂം ആൻഡ് പ്രഡിക്റ്റ്. എങ്ങനെ പറയാം? നമുക്ക് പാശ്ചാത്യവൽക്കരണത്തിന്റെ ഫലങ്ങൾ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഊഹിക്കാനോ അസ്യൂം ചെയ്യാനോ പ്രവചിക്കാനോ പ്രഡിക്റ്റ് ചെയ്യാനോ കഴിയില്ല. ക്ലിയർ അല്ലേ? എന്താണ്? സാംസ്കാരിക അനുകരണമാണ്, ഒരു ഇമിറ്റേഷൻ ആണ്. നമ്മൾ അവരെ കണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇമിറ്റേറ്റ് ചെയ്തു അവരെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇനി പിന്നെ എന്താണ് പാശ്ചാത്യവൽക്കരണത്തിന്റെ സവിശേഷത? വേറെ എന്തൊക്കെയാണ്? പാശ്ചാത്യവൽക്കരണം എന്ന് പറയുമ്പോൾ സ്വീകരിക്കുന്ന വഴി ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യുന്നുണ്ട്? മെച്ചപ്പെടുന്നുണ്ട്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ പോലെയല്ല മറ്റു യൂറോപ്യൻ കൺട്രികളിലെ. നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ഒരു ഒട്ടുമിക്ക മലയാളികളും എവിടെയാണ്? പ്രവാസ ലോകത്താണ് അല്ലെ? നമ്മുടെ നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും ബെനിഫിറ്റ്സ് എവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. മറ്റു കൺട്രികളിലോട്ട് പോകുമ്പോൾ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് കരുതി എല്ലാവരും ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. എന്തിനാണ്? അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ജീവിത നിലവാരം എന്ത് ചെയ്യുന്നുണ്ട്? മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ചെയ്യുന്നത്. അപ്പം പാശ്ചാത്യവൽക്കരണ സവിശേഷതകൾ ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെ എഴുതും? ഒരു ഇമിറ്റേഷൻ ആണ്, ഒരു നമ്മുടെ സാംസ്കാരിക അനുകരണമാണ്. പിന്നെ പാശ്ചാത്യവൽക്കരണ ഫലമായി കൃത്യമായി നമുക്ക് ഊഹിക്കാനോ അത് പ്രഡിക്റ്റ് ചെയ്യാനോ കഴിയില്ല, അസ്യൂം ചെയ്യാനോ കഴിയില്ല. പിന്നെ പാശ്ചാത്യവൽക്കരണം വഴി നമ്മുടെ ജീവിത നിലവാരം എന്ത് ചെയ്യുന്നുണ്ട്? മെച്ചപ്പെടുകയാണ് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്? നമ്മള് മാനവികത, അതുമാത്രമല്ല ഇക്വാളിറ്റി, സെക്യുലാരിസം എന്നീ 3 പ്രധാന ലക്ഷ്യങ്ങളെ ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മാനവികത, അത് മാത്രമല്ല സമത്വം, മതേതരത്വം എന്നീ 3 മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ വെസ്റ്റേണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മോഡേണൈസേഷൻ. എല്ലാവർക്കും അറിയാലോ ആധുനികവൽക്കരണം. ആധുനികവൽക്കരണം എന്ന് പറയുമ്പോൾ എന്താണ്? മോഡേണൈസേഷൻ. പല രീതിയിലുള്ള പുതിയ ടെക്നോളജിയും പുതിയ കാര്യങ്ങളും എവിടേക്ക് വരികയാണ്? നമ്മുടെ നാടുകളിലോട്ടും നമ്മുടെ സൊസൈറ്റിയിലോട്ടും വരുന്നുണ്ട്. ഇനി ഡൊമിനന്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ശ്രേഷ്ഠ ജാതി. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ശ്രേഷ്ഠ ജാതി എന്ന് പറയുന്നത്? ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്തിലോ അത് മാത്രമല്ല ഒരു പ്രത്യേക സമുദായത്തിലോ ഗണ്യമായ അളവിൽ സാമ്പത്തികവും സാമൂഹ്യ രാഷ്ട്രീയപരമായ അധികാരവും കൈവശമുള്ള ഒരു സാമൂഹ്യ ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? ശ്രേഷ്ഠ ജാതി എന്ന് പറയുന്നത്. അതേത്? ഒന്നും വേണ്ട, നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തു വെക്കാം. ബ്രാഹ്മണര് ഒരു അഗ്രഹാരത്തിൽ ഒരുമിച്ച് കൂട്ടമായി അവർ ജീവിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരുമിച്ച് അഗ്രഹാരത്തിൽ കൂട്ടമായി അവരെന്ത് ചെയ്യുന്നുണ്ട്? ജീവിക്കുന്നുണ്ട്. ആ അഗ്രഹാരത്തിനുള്ളിൽ ചിലപ്പോൾ മറ്റു ആയിട്ടുള്ളവരെ എന്ത് ചെയ്യല്ല, അവര് റെസ്ട്രിക്ഷൻ ചെയ്യും, കയറ്റില്ല. അവരൊരു കൂട്ടമായിട്ട് അവരിലുള്ളവർ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. നല്ല വെൽത്തി പീപ്പിൾ ആണ്, അല്ലെങ്കിൽ നല്ല സാമ്പത്തികപരമായ പീപ്പിൾ ആണ്, നല്ല സാമൂഹികപരമായി ഉയർന്നു നിൽക്കുന്നവരാണ്. അവരൊരു സോഷ്യൽ ഗ്രൂപ്പാണ്, ഒരു സോഷ്യൽ ഗ്രൂപ്പായിട്ടാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? ശ്രേഷ്ഠ ജാതി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഡൊമിനന്റ് കാസ്റ്റ് എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറയുന്നത്? ഒരു പ്രത്യേക പ്രദേശത്തിലോ അല്ലെങ്കിൽ എന്താണ്? ഒരു സമുദായത്തിലോ. മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രത്യേക പ്രദേശത്തിലോ ഒരു റീജിയനിലോ ഒരു സമുദായത്തിലോ ഗണ്യമായ അളവിൽ, ഗണ്യമായ എന്ന് പറയുമ്പോൾ 1-2 ആൾക്കാരല്ല, ഒരു ഗണ്യമായ അളവിൽ കുറച്ച് വെൽത്തി ആയിട്ടുള്ള പീപ്പിൾസും കുറച്ച് എന്താണ് സൊസൈറ്റിയിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്ന പീപ്പിൾസും നല്ല രാഷ്ട്രീയപരമായ അധികാരവും കൈവശമുള്ള വ്യക്തികള് ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ശ്രേഷ്ഠ ജാതി, അല്ല എങ്കിൽ ഡൊമിനന്റ് കാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഡൊമിനന്റ്, അവർക്ക് നല്ല എന്തുണ്ട്? ഒരു സംഖ്യാബലം ഉണ്ട്, ഡൊമിനന്റ് ആണ്, അവർ ശ്രേഷ്ഠരാണ്. അല്ലെങ്കിൽ അവര് സമൂഹത്തിൽ നല്ല ഒരു പിടിപാടുള്ള വ്യക്തികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അത് തന്നെയാണ് ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രേഷ്ഠ ജാതി എന്ന് പറയുന്നത്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒരു സംഖ്യാബലമുണ്ട്, ഒരു ന്യൂമറിക്കലായിട്ട് അവർ നല്ല ഒരു അംഗബലം അവർക്ക് നല്ല പോലെ ഉണ്ട്. പിന്നെ എന്താണ്? സാമ്പത്തിക ശക്തിയുണ്ട് അവർക്ക്, നല്ലതായിട്ട് എന്തുണ്ട്? സാമ്പത്തികപരമായ ശക്തിയുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്, രാഷ്ട്രീയപരമായ സ്വാധീനമുണ്ട്, അവർക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു നിലയുണ്ട്, സൊസൈറ്റിയിൽ അവർ എങ്ങനെയാണ്? നല്ലൊരു വിലയും നിലയുള്ള ആൾക്കാരെന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ്. പിന്നെ അവർക്ക് കൾച്ചറൽ ആയിട്ടുള്ള എന്താണ്? ഡൊമിനൻസ് ഉണ്ട്, സാംസ്കാരികപരമായിട്ടുള്ള ഒരു മേധാവിത്വം അവരുടെ ഇടയിൽ ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ സവിശേഷതകൾ എന്താണ്? നല്ലൊരു സംഖ്യാബലമുണ്ട്, അവർക്ക് നല്ലൊരു ആൾബലമുണ്ട്. പിന്നെ സാമ്പത്തികപരമായിട്ട് അവർ നല്ല വെൽത്തിയാണ്, നല്ല സാമ്പത്തികപരമായ ശക്തി അവർക്ക് ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? സാമൂഹ്യപരമായിട്ടുള്ള നിലനിൽപ്പുണ്ട്, രാഷ്ട്രീയപരമായ സ്വാധീനമുണ്ട്, സാംസ്കാരികപരമായിട്ടുള്ള ഒരു മേധാവിത്വം ഒക്കെ അവർക്ക് ഉണ്ട്. ഇതാണ് ഡൊമിനന്റ് കാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശ്രേഷ്ഠ ജാതിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ നല്ലപോലെ ഡിസ്കസ് ചെയ്തത് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ എന്നാണ്. ജാതി വ്യവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ എത്രത്തോളം ഉണ്ടായിരുന്നു, അതിപ്പോ ഏത് ലെവലിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു പീക്ക് ലെവലിൽ നിന്ന ഒരു സാഹചര്യം, നമുക്ക് കൊടുമുടിയിൽ നിന്ന ഒരു സാഹചര്യം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇന്ന് നമ്മുടെ കാണുന്ന ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പണ്ട് അടുത്തിരിക്കാൻ പോലും ഉയർന്ന ജാതിയിൽപ്പെട്ടവരെ
താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അടുത്തിരിക്കാൻ പോലും എന്തില്ല, അവകാശമില്ല. അടുത്തെന്നല്ല, മുന്നിൽ കൂടെ പോലും എന്ത് ചെയ്യാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ അശ്രീകരം, അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ ദിവസം പോയി എന്നൊക്കെ പറഞ്ഞ് അവരെ ആട്ടി ഓടിക്കുന്ന ഒരു രീതി നമുക്ക് എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ കേരളത്തില് ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് ഇന്നത്തെ നമ്മൾ കാണുന്ന രീതിയിൽ നമ്മുടെ കേരളമായാലും നമ്മുടെ ഇന്ത്യ ആയാലും എന്ത് ചെയ്യുന്നു, ഒരു പരിധി വരെ മാറി നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് നോക്കി എന്താണ് കാസ്റ്റ് നോക്കി, കാസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, പിന്നെ കാസ്റ്റിന്റെ എന്തൊക്കെയാണ് ക്ലാസ്സും കാസ്റ്റും തമ്മിൽ വ്യത്യസ്തപ്പെട്ടു പോകരുത്, എന്താണ് മാറിപ്പോകരുത്, വ്യത്യസ്തപ്പെട്ടതാണ്. ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് ബൈ ബെർത്ത് ആണ്. ഫ്ലോ ചാർട്ടിൽ ചിലപ്പോൾ ചോദിക്കാം ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ അച്ചീവ് ചെയ്യുന്നതാണ്. കാസ്റ്റ് എന്ന് പറയുമ്പോൾ ബൈ ബെർത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് ക്ലാസ്സും കാസ്റ്റും എന്ന്. നമുക്ക് വരുമാനവും സാമ്പത്തികവും ഒക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ ലെവൽ മാറുകയാണെങ്കിൽ, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് മാറുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, കാസ്റ്റ് ആണോ ക്ലാസ് ആണോ? അത് ക്ലാസ് ആണ്. മനസ്സിലാവുന്നുണ്ട്? കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിലോ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, കാസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വെസ്റ്റേണൈസേഷൻ, സാൻസ്ക്രിറ്റൈസേഷൻ, മോഡേണൈസേഷൻ ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ലാസ്റ്റത്തെ ശ്രേഷ്ഠജാതി, എന്താണ് ശ്രേഷ്ഠജാതി എന്ന് പറയുന്നത്? ഒരു പ്രത്യേക സമുദായത്തിലോ കൂട്ടമായി ജീവിക്കുന്ന സംഖ്യാബലവും ആൾബലവും നല്ല സാമ്പത്തികവും നല്ല സാമൂഹിക നിലവാരവും ഉള്ള വ്യക്തികളെയാണ് എന്ത് വിളിക്കുന്നത്, ഡൊമിനന്റ് പീപ്പിൾ അല്ലെങ്കിൽ ശ്രേഷ്ഠജാതി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. ആ ഒരു പാഠം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതിൽ 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോകുക, നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു ലെക്ചർ നോട്ട് എഴുതിയെടുക്കുകയോ അല്ലാത്ത പക്ഷം അങ്ങനെ എഴുതാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് കേട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയോ ഒക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ചെറിയ പോയിന്റ്സ് മാത്രം എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും എക്സാം സിമ്പിൾ ആയിട്ട് മാറട്ടെ. നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങൾക്ക് തന്നെ വിജയം ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.